മുക്കിക്കാണും. 83 കയറടാ. 83 3 കയറി. എവിടെ പോയാ അവരുടെ തലമണ്ടയില് തേങ്ങ വീഴണേ. എന്താ അപ്പാ മറ്റേ പണ്ട് എന്റെ പൊന്നട തന്റെ അടുത്ത് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ സിറ്റിയിലെ സാമാനം എടുത്ത് കളയുമ്പോ എന്റെ അടുത്ത് പറയണോന്ന്. ഇത് എനിക്കോ അവന്റെ ഇപ്പൊ ഇല്ലേ അതെല്ലാം കളഞ്ഞു. ഉണ്ടെന്ന് കാണിച്ചേ നോക്കട്ടെ. നിന്റെ രായന്റെ മൈക്ക് മാറി കിടക്കോട്ടെ. രായന്റെ എന്ത് പറ്റിയില്ല. കസ്റ്റം പോയില്ലേ നിന്റെ സാധനം കാണുന്നില്ല. മറ്റേ സാധനം ഏത് പരിന്തോഷം ഡ്രസ്സാ? എനിക്ക് തോന്നി ഡ്രസ് സെർവറിലില്ലെന്ന്. ഡിസ്ക്ലൈമർ ചെറുതാക്ക. അയ്യോ സോറി ഞാനത് 2K ഡിസ്പ്ലേയില് ഇതാക്കിട്ടെ ഇതിനകത്തോട്ട് വന്നപ്പോ വലുതായി പോയി. ഇല്ല ജോക്കി ഞാൻ AFK ആയിരുന്നു. പറഞ്ഞു എന്ത് പറഞ്ഞേ? ഇവനെന്താ ചെയ്യുന്നേ? നിഞ്ച ചെറിയ ടെൻഷൻ എന്തൊരു ടെൻഷൻ എന്തിനാണ്? ഒരു ടെൻഷനും വേണ്ട. നമ്മള് കുറച്ച് ബിസിനസ് ഐഡിയകൾ കേൾക്കാൻ വന്നല്ലേ. എന്തൊരു ടെൻഷൻ? അതൊക്കെ പിന്നെ നമ്മുടെ ഇനിയിപ്പോ നമ്മള് ഇപ്പൊ മറ്റേ സ്ഥലം തന്നെയാ, നന്നാക്കിയ സ്ഥലം തന്നെയാ. ഇനി നമ്മള് മാറ്റുമല്ലോ സിറ്റിയിൽ കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതിന് നമുക്കൊരാളെ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണം. വണ്ടി കത്തുവാണേ. കാറിലെ വിളിക്കണോ? അല്ല വേറൊരാളാ. വേറെ ആരെ? കേരളത്തില് ഫേമസ് ആയ ഒരാളാ. കേരളത്തിലെ ഫേമസ് പറഞ്ഞാ നല്ല ഫേമസ്. അല്ലെന്ന് മറ്റൊരു പരുന്തൊക്കെ പേര് പറഞ്ഞു. ഈഗിൾ ഗെയിം. വിളിക്കാം, വേണേ പയ്യനെ വിളിക്കാം. കൊണ്ടുവരണം. തിരക്കായിരിക്കും. അത് ചോദിച്ചോക്കാം. ചോദിച്ചോക്കാം എന്തായാലും ചോദിച്ചോക്കാം. വേറൊരു പയ്യനുണ്ട് ഡ്രീമർ ഗെയിമിംഗ്. കിടിലാണ്. വേണേ ആ പയ്യനാണെ ഫ്രീ ആണ്. എല്ലാ ദിവസവും ഫ്രീ ആണ്. ഇത് വാസുപോലല്ലാതെ പറയുമ്പോ ഇടിക്കാതിക്കുവോ? അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം ഏകദേശം എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി തുടങ്ങി. മനസ്സിലായ? അത് അങ്ങനെ പറയരുത്. അത് എന്റെ കുഴപ്പമല്ല. മനസ്സിലായോ? അത് അവനെങ്ങോട്ടാ ഓടിയേ? നേരെ താഴോട്ട്. അവിടെ സംസാരിക്കുന്നുണ്ടാ? ചന്ദ്രൻ ഈ വഴി ഇല്ല. ബാബു കോഴിക്കടയിലാണടാ ഞാൻ വിളിച്ചായിരുന്നു. തിരിച്ചോ ചന്ദ്രന്റെ ബാക്കില് കാട്ടിൽ താഴെ അണ്ണന്റെ താഴെ ഈ കാട്ടില് ഇതിന്റെ അകത്തുണ്ട്. ബഗ് മാറിയോടാ? മാറിയോ? എന്ത് ഐക്യമാണോ അതൊക്കെ? എടാ എല്ലാരും കേറാൻ പറയടാ. റേഡിയോ കണക്ട് ആക്കാത്ത എന്താടാ? കാണുന്നില്ല ആർക്കും. ചിലപ്പം ഡ്രസ്സൊക്കെ മാറ്റുമായിരിക്കും വാസവനെ. എടാ റേഡിയോ കണക്ട് ചെയ്യടാ. റേഡിയോയിൽ കണക്ട് ചെയ്യ. റേഡിയോയില് ആരുടെ ലൈവിലാണ് നീല് ഫേസ് റിവീൽ ചെയ്തോ? അവന് ഞാൻ പോലും കണ്ടിട്ടില്ല. ഇപ്പൊ കൊടുക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. അയ്യോ എടാ അത് റെഡി ആക്കിയില്ലായിരുന്നോ? എനിക്ക് പ്രായമായി നിന്റെ പുറകിന് ഓടാനൊന്നും പറ്റത്തില്ല എനിക്ക്. ഒരു കാര്യം പറയാണ്ടാ. ഹലോ എനിക്ക് കേക്കണ്ട. അല്ലല്ല കാര്യമായിട്ടുള്ള കാര്യം.
സീക്കമാരി എക്സാക്ട്ലി ഇതാരാ അപ്പൊ സീക്കമാരി ഇത് സീക്കമാരി ഒക്കെ ഇരിക്കുന്നത്. ഞാനൊരു അത് വാസു, വേറെ ഗാങ്ങിന്റെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ വന്നല്ലോ താ ജോക്കി പറ. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഈ ചന്ദ്രനെയൊക്കെ പിടിച്ച് ജഡ്ജിങ് പാനലിൽ ഇരുത്തുമ്പോൾ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നാ പിന്നെ ജോക്കി ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ്ട, ചന്ദ്രൻ ഞാനോട് ചെയ്തോളാം. Let's go! Let's go! Let's go! എന്തൊരു ജോക്കി? ഞാൻ വരുന്നില്ല. It's okay. ജോക്കി ചങ്കോളർന്ന കൂട്ടുകാരൻ വേണ്ട. അയ്യേ പെടങ്ങേശ് ഇങ്ങനെ എവിടെ ഇങ്ങോട്ട് നോക്കി ചന്ദ്ര ഇങ്ങോട്ട് നോക്കി. അവിടെ നോക്കി. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാ? എന്നോട് പിണങ്ങി എക്സിറ്റ് അടിച്ചാ. എന്നോട് പറഞ്ഞു നിന്നെ പോലത്തെ അൺഎഡ്യൂക്കേറ്റഡ് ആൾക്കാരുടെ കൂടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. അന്നേരം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാനും ചന്ദ്രൻ്റെ കൂടെ ചെയ്തോളാം. പിണങ്ങിപ്പോയി അപ്പാപ്പനെ പോലത്തെ ഒരു അൺഎഡ്യൂക്കേറ്റഡ് ആളുടെ കൂടെ ഇരുന്ന് ഈ അഡ്മിൻ പാനലിൽ ഇവിടെ ജഡ്ജിങ് പാനലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ജോക്കി, എന്നാ പിന്നെ ഞങ്ങള് ചെയ്തോളാം. അപ്പൊ തന്നെ എക്സിറ്റ് അടിച്ച്. ആരാ വിളിക്കാൻ പോകുന്നത്? ഞാനതാ അമ്മ വിളിച്ചിട്ട് വരുമോ? ഇല്ല ഇപ്പൊ തന്നെ വരും. അതോ പിന്നെ അപ്പൊ അവിടെ നിന്ന് ഈ 50 വരെ ഉണ്ട്. ഇപ്പൊ വരും ജോക്കി ഉറപ്പായിട്ട്. ഡ്രൈവർ വെച്ചാ പോരെ. ആ പുള്ളി ലുലുമോളിൽ പോയെന്നാ പറഞ്ഞാ അറ്റാച്ച് എത്തിയാ. എന്റെ കൂടെ ഉള്ള ബാല ഇച്ചിരി ഡിലേ, അപ്പൊ നമ്മുടെ ബിസിനസ് ലാസ്റ്റ് പറഞ്ഞാൽ പോരെ. നമ്മുടെ ഒന്ന് ആദ്യം വിളിക്കാം അണ്ണാ. ഓയ ടീമിനെ ഒന്ന് ആദ്യം വിളിക്കൂ. നമ്മളിവിടെ കറണ്ട് പോക്ക് ഇതൊക്കെയാണ്. ഓയോ ടീമാ എന്റെ ടീമിന്റെ പേര് ടീം തരിപ്പൻസ്. നോക്കട്ടെ ടീമിന്റെ പേരുകളൊക്കെ നോക്കട്ടെ. അല്ലാതെ വായിക്കാം, അകത്ത് വായിക്കാം. വാ ജോക്കി കേറി വാ. നമ്മളാദ്യം വിളിക്കണ ലാസ്റ്റ് ടീമാണ്. വിളിക്കാം. ഫസ്റ്റ് അതില് ആ ലിസ്റ്റിൽ ഇട്ടിരിക്കണ ഫസ്റ്റ് ടീം ലാസ്റ്റ് ടീം ഫസ്റ്റ്. എടാ നമ്മുടെ എല്ലാരും വന്നോടാ. എടാ നിഞ്ച വാടാ. എടാ എല്ലായിടത്തും റേഡിയോ കണക്ട് ചെയ്യാൻ പറയോടാ. റേഡിയോയിൽ ഇല്ലല്ലോ, ആരും കണക്ട് ചെയ്തിട്ടില്ല ഇവിടെ ഉള്ളവര് പോലും. ഇത്രേ പേരുള്ളൂ. അണ്ണാ കൊമ്പാച്ചൻ വന്നേക്ക് നമ്മുടെ ഇതിന്. ആര് എവിടെ? കൊമ്പാച്ചൻ ഇത് കൊമ്പാച്ചനാണോ? നമ്മള് 4 പേരായ കുഴപ്പമുണ്ടാ. സബ്സ്റ്റിറ്റ്യൂഷൻ നീയൊക്കെ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ലാസ്റ്റ് മിനിറ്റ് വന്ന് പേര് ആഡ് ചെയ്തവനാണ്. നീ കളിക്കണ്ട. അല്ലല്ലേ അണ്ണാ നമ്മള് പേര് ആഡ് ചെയ്യാത്ത പേരിന് ടീമിന്റെ പേര് കിട്ടണ്ടേ. പേര് കിട്ടണ അത്ര ബുദ്ധിമുട്ടായിരുന്നു. പേരെങ്കിൽ നീ വരണ്ടായിരുന്നു. ആണോ വിളിച്ച നമ്മൾ 4 പേരാണ്. ഒരാള് സബ്സ്റ്റിറ്റ്യൂഷൻ. അണ്ണാ ഇല്ല ഞാൻ സമ്മതിക്കൂല. അണ്ണാ എന്താ അണ്ണാ ഞാൻ സമ്മതിക്കൂല. പേരെന്താ? ജോക്കി വന്നോ? അത് പറഞ്ഞുതരാം, എല്ലാം പറഞ്ഞുതരാം. അവിടെ എത്തിയിട്ട് എല്ലാം പറഞ്ഞുതരാം. അടാ നിങ്ങൾക്ക് തന്നെ എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റൂട്ടോ. ഞങ്ങൾ സെറ്റ് ചെയ്താണ്. അപ്പൊ അവിടെ ജോക്കിക്ക് ഫീലായി. വെറുതെ അതൊക്കെ. എടാ നിങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്തോ? അപ്പാപ്പ ചന്ദ്രനും വാ. ജോക്കി എന്തിയേ? ജോക്കി വാ. ജോക്കി വാ. തുണി മാറാൻ പോയിട്ട് തുണിയില്ലാതെ വാ ചന്ദ്ര വാ. നമുക്ക് ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് വരാം. ബ്ലൈൻഡ് ഈഗിളെന്ന് ഞാൻ ചാരി നിൽക്കുന്നുണ്ടായിരുന്നില്ലേ അവിടെ? ഞാൻ കണ്ടില്ലല്ലേ? കണ്ണാടി മാറ്റാനുള്ള സമയമായി. അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പറയാമായിരുന്നു എൻ്റെ കണ്ണിന് ഒരു കുഴപ്പമില്ല, ഞാൻ ഇത് വെറുതെ ഷോയ്ക്ക് വെച്ചിരിക്കുന്ന ഗ്ലാസ്സാണ്. ഇനി ശരിക്കും ഗ്ലാസ് വെക്കാനുള്ള സമയമായി.
ഭാഗ്യം തട്ടിയില്ല. അപ്പാപ്പൻ കേറൂ. വാട്ടർ കൊടുക്കണേ. കേറ് കേറ് വെള്ളം ഫുഡും കിട്ടാരാ. ഇതിനകത്ത് പയ്യെ തീരത്തുള്ളൂ. കേറ് കേറ് കേറ്. ജോക്കി കേറ്. ആ ചന്ദ്രനെ ഒന്ന് വിളിക്കുവോ ഗൈസ്? റോൾസ് റോയ്സ് ഒന്നും ഇവിടെ ഇല്ല. ഞാൻ നീകനെ നീ നീകനെ എന്തോ നീകനെ പ്രസവം എഴുപത്തിട്ട് വരത്തുള്ളൂ. ഇല്ല അവനെ കേറാൻ ഹെൽപ്പ് ചെയ്യാൻ സാർ. അപ്പൊ സിറ്റിയില് നീ കൈ പിടിച്ച് കയറ്റണോ വലിച്ചു കയറ്റണോ? ഒരു കൈസായ കൈസഹായം എന്തൊക്കെ കേക്കണം. നീ നിന്റെ നീകനും കാരണം സിറ്റിയിൽ ഒരു സമാധാനം ഇല്ല. നാട്ടുകാരുടെ മൊത്തം മണ്ടയിലും കേറി തോളത്തും കേറി പോലീസിനെ എന്തെറി വിളിച്ച് അന്ന് ചന്ദ്ര ആ പാമ്പതിനൊന്ന് വലിച്ചു കൊടുക്കോ? ചന്ദ്ര അല്ല ഇതില്ലേ വലിച്ചു. എടാ നമ്മൾ അങ്ങോട്ട് പോയി അവിടെ പോണ്ടേ? ഹലോ ആ നിങ്ങളൊരു വണ്ടി എടുത്തോ. ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോയതാ. ജോഗി ലുലുല് സെയിൽ ഉണ്ടെങ്കിൽ ജോഗി ഇപ്പോൾ തന്നെ വിട്ടോ. ജോഗി എന്റെ അടുത്ത് പറയോ? എനിക്കാണ് ആവശ്യമുള്ളത്. നീ പൊക്കോളയാ. നീ പൊക്കോ. ഞാൻ അങ്ങനെ പോവെന്ന് വാസോടിന് തോന്നണ്ടാ? നീ പോടാ. അണ്ണ ഇവിടെ ഉയ്യോടയിക്കുമ്പോ ഞാൻ പോവും. എനിക്ക് ബിസിനസ് ഐഡിയാസ് ഉണ്ട് പറഞ്ഞ. ഇത് എവിടെ ആയിരുന്നു? ഇവിടെ ആയിരുന്നല്ലോ. ഫ്രണ്ടിലാണ്. മുന്നോട്ട് പോയിട്ട് എനിക്കിവിടെ കറണ്ട് പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ കേട്ടാ. നീ നിന്റെ കറണ്ട് പോയാൽ നിന്നെ അപ്പഴേ ലുലു ഞാൻ ഈ ലൈവ് കാണുന്നതിൽ ഒരു 50 പേരെങ്കിലും ആ ഏരിയയിൽ എറണാകുളത്ത് ഉണ്ടാവും. അവരെ വിട്ട് തല്ലിക്കും ഞാൻ നിന്നെ. ഉറപ്പായിട്ട് ലുലു കണ്ട അപ്പ അടിക്കാൻ പറയും നിന്നെ. ഒരു തക്കടു ആവ അസോസിയേറ്റ്സ്. നീ ഇതുവരെ ഇത് കണ്ടില്ല? ജോക്കിയുടെ ഓഫീസൊക്കെ ഉണ്ട് താഴെ. വാ അവരോട് എല്ലാവരോടും ഒന്നുകൂടെ കണക്ട് ചെയ്യാൻ പറയടാ. വാ 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 ജോക്കി കയറിക്കോ. ജോക്കി വലുതായി വെച്ച് കയറിക്കോ. നീ കയറിക്കോ. വാ കൊളായി തക്കടു ആവ ചന്ദ്ര. ഇത് ചന്ദ്ര ബോസ് നോക്ക്. എന്തോടാ ഫുൾ അപ്പാപ്പനാന്നല്ലോ ഇയാളത് ഗണപതി. ജോക്കിയുണ്ട്. ജോക്കി പിന്നെ ജോക്കി ഇവിടെ നടക്കു വെച്ചിട്ടില്ലേ? എന്റെ മാത്രം എന്തൊരു പോർട്രേറ്റ് ആയി പോയത്. എന്റെ വൈഡ് ഫോട്ടോ ഇല്ല. വൈഡ് ഫോട്ടോ നീ നിന്നെ ആരും തല്ലിക്കൊല്ലുന്ന സമയത്ത് വൈഡ് വെച്ചിട്ട് സാമ്പ്രാണിത്തിരി വെച്ച് കത്തിച്ചു വെക്കാൻ ഞാൻ. ബാബുവിനെ ഇപ്പൊ ആശ്വാസായി. ഇപ്പൊ ആശ്വാസായി. ബാബുവിന്റെ ഇവിടെ പോർട്രേറ്റ് കണ്ടപ്പോ എനിക്കൊരു സമാധാനം ഉണ്ട്. ഇപ്പൊ നിന്റെ എന്താ ലാൻഡ്സ്കേപ്പ് വെക്കണോ ഇനി? ലാൻഡ്സ്കേപ്പ് ആണ് ഇനിയിപ്പോ കുഴപ്പമില്ല. ഇത് ജോക്കിയുടെ ഓഫീസാണേ. അല്ല ബാബു എപ്പോഴാ ജോക്കറായിട്ട് അഭിനയിച്ചത്? കൊള്ളാല്ലേ. അല്ല ഒരു ജോക്കർ ലുക്കല്ലേ? ഓ ഓക്കെ ടെറർ ബാബു. അവൻ ലൈഫിലും ജോക്കറാ. ജോക്കർ പയ്യനാ. നീലൻ ഇല്ലടാ. അവൻ നാട്ടിൽ അവന് ബാൻ ആയതുകൊണ്ട് അവൻ വേറെ പോയേക്കുമായിരുന്നു 2-3 ദിവസമായിട്ട്. അവൻ അവിടെ നമുക്കുള്ളവരെ വെച്ച് ചെയ്യാൻ കഴിയും. എല്ലാരും ഉണ്ടാവുന്നില്ല. നമുക്കുള്ളവരെ വെച്ച് ചെയ്യാം. ഞാൻ നിങ്ങളെ മടുപ്പാക്കണമെന്ന് വിചാരിച്ചാ ഇനി ഒരു ദിവസം കൂടെ പോസ്റ്റ് ആക്കാത്ത. മനസ്സിലായോ? ഇതെന്റെ ഓഫീസ്. അവിടെ വലിയ ഫോട്ടോസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇത്. എന്റെ ഓഫീസ്. എടാ വേണമെങ്കിലേ നമ്മള് 2 കാർഡ്ബോർഡ് പീസ് എടുത്തരാം. ഇത് നടുക്കായിട്ട് അങ്ങ് ഭാഗിച്ചു എന്നിട്ട് ഇവിടെ ഓക്കെ. ആ തമാശ കണ്ടായിരുന്നല്ലേ ഇത്ര നേരം വെയിറ്റ് ചെയ്തത്? അതെ അതെ ഇത്രയും നേരം അതിനായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരുന്നത്. എന്റെ ആദ്യത്തെ ഇൻസൾട്ട് ഉണ്ടല്ലോ. ഓഫീസ് പോലും ഇല്ലല്ലോ ഓഫീസ്. നമുക്ക് ഇവിടെ ഇരിക്കാം. എനിക്ക് നടക്കിരിക്കണ്ടേ? എന്താടാ കേട്ടില്ല? എന്തിനാടാ ഇത്ര ഈഗോ? നടക്കുന്നത് നീ ഒന്നും നടക്കരുന്നതാ. ജോക്കി വിട്ടിരുന്നോ? ചന്ദ്ര കുറച്ചുകൂടെ ബാക്കിലോട്ടിരുന്നതാ. ഇങ്ങനെ കറക്റ്റ് ആയിട്ടിരിക്കുക. ഇത് കണ്ടോ? ഇങ്ങനെ നോക്ക്. ചന്ദ്ര കുറച്ചുകൂടെ പുറലോട്ട് കയറിയിട്ടാ. ഇങ്ങനെ കയറി. ജോക്കി ഇങ്ങനെ കയറി. എനിക്ക് ഇപ്പഴാണെന്ന് കുറച്ചുകൂടെ ബാക്കിലോട്ട് നിന്നിട്ടിരുന്നാ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കും. കാണാനും പറ്റത്തില്ല. അല്ലെങ്കിൽ ഈ അടിച്ചാൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അടിച്ചാൽ അവിടെ നിന്നിട്ട് സീറ്റ് നോക്കിട്ട് ഈ അടിച്ചാൽ
വാസന അതായത് കേക്കണ്ട ഒന്നും ഇല്ലടോ, ഒന്നുമില്ല. എല്ലാം അറിയണോ എനിക്ക്, എല്ലാം അറിയണോ എനിക്ക്. എന്താ ചന്ദ്ര നിനക്ക്? ഇതുപോലെ യൂറോപ്യൻ ക്ലോസറ്റ് മറ്റേ ഏഷ്യൻ കക്കൂസ് ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത്. താൻ വന്ന് ഇരി, താൻ വന്ന് ഇരി. നിജ പറ ഇതിന്റെ പുറകിലോട്ട് ഇരിയടോ, ഫ്രണ്ടിലോട്ട് കയറിയിട്ട്. ഇതെല്ലാവർക്കും ഇല്ല. നീ എവിടെയിരുന്നോ? സ്ക്രീൻ വരുന്നത് ഫ്രണ്ടിലായിരിക്കും ഇവിടെ എവിടെ സ്ക്രീൻ വരുന്നത്? ഇവിടെ അല്ലല്ല, വാസു അടുക്കിരിക്കട്ടെ, ഇത് കേക്കത്തില്ല. അത് ജസ്റ്റ് ഒരു ഡെമോ പോലെ കാണിച്ചേ. ഒരു ഡെമോ കാണിച്ച ഡെമോ കാണിച്ചിടാ. ഇരിക്കും അല്ലല്ല, സൗകര്യമില്ല, നീ തുടങ്ങിയിരുന്ന ഇരിയടാ രണ്ടും. ഞാൻ മാത്രം കണ്ട കറക്റ്റ് നേരെ ഇരിക്കുന്ന കണ്ടാ. ഇത് വന്നില്ലേ സ്ക്രീൻ കാണല്ലേ? ഹലോ സ്ക്രീൻ വന്നില്ല. ഫ്രണ്ടി അത് ഓക്കെ, അത് ഭിത്തിയല്ലേ? എന്തേലും പ്ലേ ചെയ്യോ? എല്ലാം റീഫ്രഷിംഗ് അടി. ചുമ്മാ പാട്ട് play ചെയ്യണ്ട്. ബ്ലൈൻഡ് കൺഫേം എന്താ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ എടാ ഇന്ന് ഈ സ്ക്രീനൊക്കെ ആരും ഉപയോഗിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല കേട്ടാ. അണ്ണ എല്ലാം സെറ്റാ. ആണോ? ആ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലിപ്പോ വരച്ച് ഇത് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആണാ? എല്ലാം സെറ്റാ. അത് പുറത്ത് എല്ലാരും വിളിച്ചൊന്ന് കാണിച്ച. ക്യാം കുറച്ച് താത്തു വെക്കാം. ഞാൻ ക്യാം കുറച്ച് ചെറുതാക്കിയിട്ട് താത്തു വെക്കാം. അല്ലെങ്കിൽ മാപ്പ് എന്തായാലും കാണണ്ടല്ലോ നിങ്ങക്ക്. ഇതാ ഇവിടെ വെക്കാം. അപ്പൊ അപ്പാപ്പൻ, ജോക്കി, ചന്ദ്രൻ ഇന്നെന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കാണ് ഈ അണ്ണു വാസന നമ്മൾ നിന്ന് കേൾക്കുന്നത്. അണ്ണു വാ നമുക്ക് അല്ല അങ്ങനെ ആ രീതി അണ്ണു വാ. ഞാൻ എനിക്കതൊന്നുമില്ല. അപ്പൊ നമ്മളിന്ന് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമ്മൾ ഇവന്മാരെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് അഴിച്ചു വിട്ടേക്കല്ലായിരുന്നു അപ്പാപ്പ. ഇനി ഇവന്മാരെ ഗ്യാങ് പരിപാടികളിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പങ്കെടുപ്പിക്കണം. അപ്പോ മെയിൻ ആയിട്ട് അത് നോട്ട് ചെയ്യണം ചന്ദ്ര. അതൊന്ന് മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പുതിയതായിട്ട് വന്ന പിള്ളേരുടെ ബാക്കിയുള്ളവരുടെയൊക്കെ മനസ്സിലിരിക്കുന്ന ബിസിനസ് ഐഡിയകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇതാക്കണം. അതിൽ നല്ല ബിസിനസ് ഐഡിയ നോക്കി ഞാൻ എടുത്തോളാം. ബാക്കി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എടുത്തോ. അപ്പോൾ ബിസിനസ് ഐഡിയകൾ കൊണ്ടുവരുന്നത് നമുക്ക് സിറ്റിയിൽ എക്സിക്യൂട്ട് ചെയ്യണം അപ്പാപ്പൻ. പിന്നെ അപ്പാപ്പൻ എക്സിക്യൂട്ട് ചെയ്യണം. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2400 കോടിയുണ്ട്. ഇതിന്നൊരു ഹെയർ ക്യാം ആണ് കാണുന്നതെന്നോ എടാ എന്റെ ക്യാമറ. ഇതിന്ന് ഒരു നല്ല ബിസിനസ് ഐഡിയ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഈ 2400 കോടി എന്നുള്ളത് ഒരു 50,000 കോടിയിൽ എത്തിക്കണം. 50,000 കോടി അങ്ങനത്തെ നമ്മുടെ പിള്ളേരുടെ ബുദ്ധി എന്ന് പറയുമ്പോ എന്തായാലും ഉറപ്പാണ് എനിക്ക്. നമ്മുടെ പിള്ളേരുടെ ബുദ്ധി വെച്ച് നോക്കുമ്പോ ഇതിലൊരു കിടില ഐഡിയ ഉണ്ടാവും. അപ്പാപ്പ ഉറപ്പായിട്ട് കാണത്തില്ലേ? ഇത് ആരെഴുതുന്നതാ? ഇത് തിരിഞ്ഞു നോക്കരുത്. അപ്പൊ ഇതുപോലെ നമുക്ക് വരച്ച് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓ ഇതുപോലെ വരയ്ക്കാനൊക്കെ പറ്റുമല്ലേ? ഇവിടെ എന്തിനൊക്കെ ചെയ്ത് വെച്ചിരിക്കണേ. അത് കൊള്ളാം. പ്രസന്റേഷൻ ഒക്കെ എടുക്കല്ലേ ഗൈസ്? ഞാൻ എന്റെ ക്യാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ ഒരു സെക്കൻഡ്. ഈ നിങ്ങൾക്ക് കുറച്ചുകൂടെ താത്തു വെക്കട്ടെ ഞാൻ. ഓ ഇങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എന്റെ ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് ഇരുന്നാലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? നോക്കിയേ, ഓക്കെ അല്ലേ? ഞാൻ ഇത് കുറച്ച് മേലോട്ട് വെക്കാം. എന്റെ ഹെൽത്ത് ഇതൊക്കെ കുറഞ്ഞാലും പറയാലോ എന്നോട്.
ഒന്നുകൂടെ വരുമോ ചന്ദ്ര ഒന്നുകൂടെ വരുമോ ചന്ദ്ര ചന്ദ്ര ഒന്നും കൂടെ വന്നേടാ. അത് നിഞ്ച അല്ലേ എഴുതി, അതിന് മാറ്റിനെ പോയിരിക്കുന്ന എന്തിനാ? ഫാമിലി പാക്സ് എന്ത് ചെയ്യാനാ. ജോക്കിയണ്ണു ജോക്കി ഇവിടെ ഉണ്ടോ? ഉണ്ട്. ജോക്കി അപ്പാപ്പൻ അതുപോലെ ചന്ദ്രബോസ്. ഇന്ന് നമ്മുടെ ഇവിടെ പങ്കെടുക്കാൻ വരുന്ന ടീമുകൾ എന്ന് പറയുന്നത് ടീം നമ്പർ 1 ടീം തരിപ്പൻസ്. ടീം തരിപ്പൻസിൽ ബാലൻ, ഇറ്റാച്ചി, സിംഗിൾ ലോലൻ. ഇവര് അല്ലല്ല പറയുക, ഓരോരുത്തരും പറയുക. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് ടീം പൊളപ്പൻസ്. രായൻ, നിഞ്ച അടങ്ങുന്ന ടീം പൊളപ്പൻസ്. മിക്കവാറും അവരെ കൊണ്ടുപോകും. അതെ. മൂന്നാമത്തെ ടീം എന്ന് പറയുന്നത് SMS എന്റർപ്രൈസ്. SMS എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ സാവേജ്, മന്ദാരം, അതാണ് SMS. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ബേബി, LX2 ജുഗ്രു. അടുത്ത ടീം എന്ന് പറയുന്നത് ടീം ചൈന ടൗൺ. ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല. അടുത്തത് ടീം ഷാർജ, വില്ലു, ഡെസ്ട്രോ, നീൽ. ടീം ശരവണ ബ്രദേഴ്സ്, കീരി, ഡീമൻ, കോച്ച്.